ഗൈസ് നമ്മൾ മെറ്റ ഇവൻറ്റിൽ മെറ്റ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ടോണി ബ്രോയും ഉണ്ട്. കുറേ നാളായല്ലേ ടോണി ബ്രോ വന്നിട്ട്. എനിക്കൊരു കോമഡി അറിയോ ഇതിൽ ഞാൻ ഇത് അൽഷസാമിൻ കേരള ഞാൻ നാട്ടിൽ വന്ന കേട്ടോ. നമ്മളെ ഇതിൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് ഇസ് കമ്മിങ് ടു തൃശ്ശൂർ. യെസ്, ദിസ് മൺഡേ 28th. ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാനാണ് ഉദ്ഘാടിക്കുന്നതെന്നല്ല. ഞാൻ അന്ന് ചെറുതായിട്ടൊന്ന് ഡൽഹി പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും തൃശ്ശൂർ പൂരം പോലെ തൃശ്ശൂർ പീപ്പിൾ ഭയങ്കര ബിസിയാണ്. എന്താ ചെയ്യാം, നമ്മളിങ്ങനെ ചായ കുടിക്കാൻ മാത്രമേ ഇങ്ങനെ മീറ്റ് ചെയ്യാറുള്ളൂ. പിന്നെ അയ്യോ വേറെ എന്തിനാ പറയാൻ വന്നല്ലോ, നമ്മുടെ പുതിയ സാധനങ്ങളൊക്കെ വന്നു. മോനെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ടോ? കിട്ടില്ല സാധനമുണ്ട്. ഞാനും അല്ല പുള്ളിയാണ് ഹാൻഡ് പിക്ക് ചെയ്തത്. ഞാൻ 2-3 ഹാൻഡ് പിക്ക് ചെയ്തിട്ടുണ്ട്. അത് ഇറക്കിയെന്നോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ എന്തോ ഒരു സാധനം, ഒരു കട്ടിയുള്ള ഗ്ലാസ് ഞാൻ പറഞ്ഞു എടുത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ബൈ ദ വേ ഞാൻ നാട്ടിലുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ മെറ്റ ഇവൻറ്റിൽ വന്നിരിക്കുകയാണ്. സനിയാണ് ഇപ്പോൾ മെറ്റ യൂസ് ചെയ്യുന്നത്, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മൾ ഇവൻറ്റിലോട്ട് പോവുകയാണ് ചായയൊക്കെ കുടിച്ചിട്ട്. We have Mr. Rajan Nanda, who is the brand manager for Ray-Ban and he is based out of Gurgaon, and we have Mr. Rishabh Jain, so he is the head of market strategy and the sales excellence. ഗൈസ് അങ്ങനെ മെറ്റയുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. മെറ്റയുടെ ഗ്ലാസ് വേണ്ട വന്നിട്ടുണ്ട്. സനി അവിടെ മെറ്റ ഗ്ലാസും വെച്ചിട്ട് എന്തൊക്കെയോ പറയാണ്. സാധനം എഡ്ജ് ഒപ്റ്റിക്കൽസിൽ വിൽ ബി അവൈലബിൾ ആഫ്റ്റർ May 12. അപ്പോൾ നിങ്ങൾക്ക് ഇനി മെറ്റ ഗ്ലാസ് വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ബൈ ഇറ്റ്. എനിക്ക് ഏറ്റവും വിറ്റെന്ന് പറഞ്ഞാൽ ഞാനും ടോണി ബ്രോയും ആദ്യം മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ടോണി ബ്രോ അടുത്ത് ചോദിച്ചൊരു സാധനമുണ്ട്, ടോണി ബ്രോ ഇത് മെറ്റ ഗ്ലാസ് കിട്ടുമെന്ന്. അപ്പം അന്ന് പറഞ്ഞ് ഇത് ലീഗലല്ല, ഇവിടെ പ്രശ്നങ്ങളാണ്, പ്രിവസി പ്രശ്നം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവസാനം ഫൈനലി 2025 മേയിൽ ഈ സാധനം അവൈലബിൾ ആണ്. ആൻഡ് അടുത്ത വർഷം ഇതിൻ്റെ ഒരു റീവാംഡ് വെർഷൻ വരുന്നുണ്ട്. അത് വേറെ ലെവൽ സാധനമാണ്. അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ പോണത് നമ്മുടെ വാലോ കളിക്കണ പിള്ളേർ, എൻ്റെ കൂടെ വാലോ കളിക്കുന്ന നമ്മുടെ ഒരു ഗ്യാങ് ഉണ്ട്. അവന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവന്മാരെ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊന്ന് പോവുകയാണ്, ജസ്റ്റ് ഒരു ലഞ്ച് പരിപാടിയൊക്കെ ആയിട്ട്. സോ യാ, മെറ്റ ഗ്ലാസ് ഇസ് അവൈലബിൾ ആൻഡ് ഇറ്റ് വിൽ ബി അവൈലബിൾ ഓൺ എഡ്ജ് ഒപ്റ്റിക്കൽസ്. പിന്നെ ഈ വ്ളോഗ് എല്ലാം ഷൂട്ട് ചെയ്യണത് നമ്മുടെ Insta360 X5 വെച്ചാണ് ഗൈസ്. അപ്പം ഇനി മുതൽ ഞാൻ എൻ്റെ ഔട്ട് നോക്കിയിട്ട് ഇഫ് ദിസ് ഇസ് ഗുഡ് ഐ തിങ്ക് ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഇതിൽ ആകെ ഉള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ കാണിച്ചു തരുന്നതിൽ കുഴപ്പമില്ല, ഞാൻ ഇവിടെയാണ് ഗൈസ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാനിപ്പം ഈ ക്യാമറ റിവേഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഐ വോണ്ട് ടു ഷോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും വൈഡായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഐ കാൺ സൂം ഇൻ ടു ദിസ് ഷോട്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വരുമ്പം ആണ് ഐഫോൺ വെച്ച് വ്ളോഗ് ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു സാധനം കാണിച്ചു തരണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു POV ഷോട്ട് എടുക്കാനായിട്ട് ഇറ്റ്സ് ഫൈൻ. ഇപ്പം ആക്ഷൻ ക്യാമറയുടെ പ്രശ്നം അതാണ്. ഒരു ഡിജിറ്റൽ ക്രോപ്പ്, അറ്റ്ലീസ്റ്റ് ഒരു ഡിജിറ്റൽ ക്രോപ്പെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ്. ബട്ട് യാ ഇറ്റ്സ് ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ വിട പറയുകയാണ്. എങ്ങനെയുണ്ട് തൃശ്ശൂരിൻ്റെ പരിപാടി? കഴിഞ്ഞ റെഡിയാണ്. ഇനിയിപ്പോൾ ഒരു സോഫ്റ്റ് ലോഞ്ച് ഒക്കെ കഴിഞ്ഞു. ഇപ്പം മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഗോയിങ് ഓൺ. സോ മൺഡേ മോർണിംഗ് 10 o'clock അവിടുത്തെ ഇനാഗുറേഷൻ. മൺഡേ മോർണിംഗ് ഇനി തൊട്ട് എഡ്ജ് ഒപ്റ്റിക്കൽസ് തൃശ്ശൂരിൽ അങ്ങ് എടുക്കുവാ. കണ്ണ് തുറക്കുക, കൃഷ്ണന്റെ കണ്ണ് ഉറപ്പിക്കുക. പക്ഷെ നമ്മൾ അങ്ങ് എടുക്കുകയാണ് കേട്ടോ, തൃശ്ശൂർ അങ്ങ് എടുക്കുകയാണ് ഗൈസ്. അങ്ങനെ മെറ്റ ഗ്ലാസ് വരുന്നു, എല്ലാം വരുന്നു. കൊള്ളാം ഗൈസ്, വാട്ട് എ നൈസ് ടൈം. ഞാൻ പറയും ഇത് ഇങ്ങനത്തെ ഒരു വൈഡ് ആംഗിളിൽ ഈ സാധനം പൊളിയാണ് കേട്ടോ, നല്ല രസമുണ്ട്. വടിയൊക്കെ പിടിച്ചങ്ങ് നടക്കുക, വലിയ ബുദ്ധിമുട്ടും ഇല്ല. നല്ല നടുവെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു HDR കൺട്രോളൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ നേരെ പോവുകയാണ് ലഞ്ച് കഴിക്കാനായിട്ട് ഗൈസ്. വി ആർ ഗോയിങ് ടു ഹാവ് ലഞ്ച് വിത്ത് അവർ വാലോ പിള്ളർ. ഗൈസ് നമ്മൾ വണ്ടികളാണ്. ഇനി നമുക്ക് ഇങ്ങനെ സംസാരിക്കാം. സനി ഭയങ്കര ഫുഡ് ബ്ലോഗറൊക്കെ ആയി ഗൈസ്. ഫുഡ് അടി വിത്ത് കാർത്തിക് സൂര്യനെ മെയിൻ ആളാണ് സൈഡിൽ ഇരിക്കുന്നത്. എന്റെ ഇൻഡിവിജ്വൽ വരും ഉടനെ. അതെ, ഞാൻ പോയി മണപടാന്ന് അടിക്കുന്നത്. വരും നിങ്ങള് സനിയെ എരികേറ്റിട്ട് എല്ലാരും കൂടെ എന്റെ അവസരം അവിടെ സനി പോയിട്ട് മറ്റേ ഇതെടുക്കും, ജിമ്മും. ഞാൻ ജിമ്മിൽ ഓൾറെഡി പോണുണ്ട്, പ്രഷറൊക്കെ കയറും. നീ നോക്കിയോ, ഒന്ന് ഫിറ്റ് ആയതിനു ശേഷം ഞാൻ കട്ട ഫുഡ് ബ്ലോഗറാണ്. ഫിറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ്. അപ്പൊ നമ്മൾ ഒന്ന് വീട്ടിലോട്ട് കയറിയതിന് ശേഷം, അതായത് നമ്മുടെ മോട്ടോറോളയുടെ ഒരു ഫോൺ വന്നിട്ടുണ്ട്. അപ്പം അതും ഒന്ന് എടുത്ത്
ഒരു പയ്യന് ഫോട്ടോ അയച്ചു കൊടുക്കണം. പിന്നെ നേരെ നമ്മളുടെ വാലോ കളിക്കുന്ന പയ്യന്മാർ വന്നിട്ടുണ്ട്, അവന്മാരെ ഒന്ന് കാണാൻ പോകണം. അവന്മാരുമായിട്ട് ലഞ്ചും കഴിച്ച് കഴിഞ്ഞ് ഇന്ന് ചിലപ്പോൾ കാർത്തി വൈകുന്നേരം ഫ്രീ ആവുകയാണെങ്കിൽ നമുക്ക് അവനെ കാണാം ഗൈസ്. ഞാൻ മന്തി കഴിക്കണം കാണിച്ചിട്ട് കേട്ടോ. അതാണ് ഇപ്പം മന്തി കഴിക്കണം. അപ്പം ഞാൻ മന്തി കാണിക്കണമെങ്കിൽ ഞാൻ മന്തിയുടെ അകത്ത് ഈ സാധനം വെക്കണം. മന്തി കഴിക്കുന്നത് വായിന്റെ അകത്തോട്ടൊക്കെ പോണത്. മന്തി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഒരാളിങ്ങനെ വെച്ചാൽ കയ്യിലെടുക്കും. നൈസ് വ്യൂ. ഇങ്ങനെയൊക്കെ വിയേർഡ് ആയിട്ടുള്ള ആംഗിളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് വ്ലോഗ് ചെയ്യാം ഗൈസ്. ഞാനിപ്പോൾ ഇവിടെയാണ്. ആറാട്ടനെ പറ്റിയൊരു സാധനം എടുത്ത് ഇത് നല്ല എണ്ണ ഇങ്ങനെ വ്ലോഗ് ചെയ്യാം. നല്ല രസമാണ് കേട്ടോ. എന്തൊക്കെയാണ് that was me being very crazy. ബട്ട് ഇത്ര അടുത്ത് പിടിക്കണം, നമ്മുടെ മുഖമൊക്കെ കറക്റ്റ്. ഇത് ഭയങ്കര വൈഡും. അയ്യോ, ഈ ക്യാമറ എടുത്ത് മോന്തര അകത്ത് വെക്കണം തോന്നട്ടോ ഗൈസ്. നമ്മുടെ വാലോ ടീം വന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ മെന്നീരെ സ്വന്തം ആൾക്കാരാണ്. ഇത് മേവറിക് എന്നാണ് എനിക്ക് സത്യം. നമുക്ക് മേവറിക്കെന്നും ലൈറ്റ് ഫ്യൂറി സജി, എനിക്ക് സജി മോൻ, ലൈറ്റ് ഫ്യൂറി, മേവറിക്, പിന്നെ നമുക്കൊരു മാസ്റ്റർ തഗ് ഉണ്ട്, ഒരു ആഷ് ഗെയിമിംഗ് ഉണ്ട്, സാത്താൻ. ഇങ്ങനെയൊക്കെ എനിക്ക് അറിയാവൂ. ഇവരെയൊക്കെ പേര് സത്യം പറഞ്ഞാൽ എൻ്റെ വായിൽ വരൂല. ഇത് മേവറിക്ക് മെന്നീരെ മോഡാണ്. ഇവൻ ലൈറ്റ് ഫ്യൂറി മെന്നീരെ മോഡാണ്. ശരത്ത് സജി, ഇത് സജിമോൻ ഡ്രീമർ. അതാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളിന്ന് വെറുതെ ഒരു ലഞ്ച് പരിപാടിയൊക്കെ ഒരു പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതാണ്. ഇനി മെന്നി അവനെ കാണാൻ തിരുവനന്തപുരത്ത് പോകണം അല്ല? നിങ്ങൾ നമ്മൾ എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് അവന്മാരെ കൊണ്ട് തന്നിട്ടുണ്ട്. അന്ന് പുള്ളിയുടെ എൻ്റെ കൈ മോനെ സോറോ, ഇതാണോടാ ചെറുതെന്ന് പറഞ്ഞ മോനെ സോറോ, ഒരു ആക്ഷൻ ഫിഗർ പൊളിച്ച്. താങ്ക് യു സോ മച്ച്. അതിൽ ഞാൻ കൈ വെച്ചേക്കാം. നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗൈസ്. ഇത് കുറച്ച് പണിയാണ്, എന്നാലും ലൈറ്റ് കയറുന്ന ഒത്തിരി പാടാണ് കേട്ടോ. എനിവേസ് നമ്മൾ ഫുഡ് അടിച്ചിട്ട് ബാക്കി കാര്യം. വെൽക്കം ടു അൽഷസാം ഗൈസ്. യെസ്, ഞാനൊന്ന് നമ്മുടെ ബാരിക്സിൽ പോയി ഒന്ന് വൃത്തിയായി മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി. നാളെ ഞാൻ ഡൽഹിയിലോട്ട് പോവുകയാണ്. നമുക്ക് അതിൻ്റെ വ്ളോഗും എടുക്കാം. നത്തിങ്ങിൻ്റെ ഒരു ഫോണിൻ്റെ ലോഞ്ചാണ്. അപ്പം ഞാനും കാർത്തിയും സനിയും സോനും എല്ലാവരും കൂടെ ഡിസ്ട്രിക്ട് 7 വന്നിട്ടുണ്ട്. അതൊന്നും അവർ ഈ ലൈറ്റ് ഉള്ളതുകൊണ്ട് ആ ലൈറ്റ് ഓഫ് ചെയ്താ ഡിസ്ട്രിക്ട് 7 ഇതെന്താ ഭാഗ്യമില്ലേ? എന്തോ 2 മാസം വന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെടി വളരൂ കേട്ടോ. എന്തിനാണെങ്കിലും കൊള്ളാം. ഇപ്പം ദാണ്ട് ഇവിടെ അതിൻ്റെ നേരെ ഫ്രണ്ടില് എന്തിനായിരുന്നു പാഡിൽ ടെന്നീസ് എന്ന് പറഞ്ഞ സാധനം വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ടെന്നീസ് അല്ലേ, ഇത് പാഡിൽ ടെന്നീസാണ്. സനി പറഞ്ഞത് എന്തൊരു ഇബ്രാഹിം അല്ലല്ലേ, റോബർട്ടോ കാർലോസ് ആരായിരുന്നു, മെസ്സി റൊണാൾഡോയൊക്കെ കളിക്കണ കളിയാണെന്നാണ് സനി പറഞ്ഞത്. എനിക്ക് കണ്ടിട്ട് ടെന്നീസ് പോലെയാണ് തോന്നണത്. അതെ, ഇവിടെ സ്ക്വാഷ് കലക്കി വെച്ചിട്ടുണ്ട്, ആൾക്കാർ കുടിക്കാം. എടാ എന്തുണ്ട് വിശേഷം? സുഖം. ഇവൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞ കേട്ടോ, ഭയങ്കര വെള്ളമടിയാണ്. പിന്നെ അടിക്കുമ്പോ കേട്ടാ, എപ്പോഴും അല്ല, എല്ലാ ദിവസവും ഒന്നും അല്ല, വല്ലപ്പോഴും ഒക്കേഷനിൽ ഡ്രിങ്ക് ചെയ്യുമ്പോ പാമ്പാണ്. പക്ഷെ നല്ലപോലെ ഫിറ്റായി. കണ്ടുപിടിയുടെ എല്ലാവരും, ഞാനും കണ്ടുപിടിക്കണം. പക്ഷെ നിങ്ങൾ പോയിക്കോ, കാർത്തിയുടെ വെഡ്ഡിങ്ങിന് ഞാൻ വരും മുണ്ടും മുടക്കി കുത്തി ലാലേട്ടൻ. അതാണ് എൻ്റെ ആഗ്രഹം, കണ്ടറിയാം എന്തരാവുമെന്ന്. എന്തായാലും അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാർത്തി നമ്മുടെ ശരണ്യ, പിന്നെ ആ ഫുൾ ഗ്യാങ്. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇവിടെ ഫാസ്റ്റ് ഫാസിലൊക്കെ വന്ന് ഗെയിം കളിക്കുമെന്നൊക്കെയാണ് സനി തള്ളിയത്. എനിക്ക് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സനി പറഞ്ഞു അവർ ഫുൾ ടൈം ഇവിടെയാണ്. പിന്നെ എന്റെ അടുത്ത് ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടെന്നാണ് കളിക്കുന്നത്. കാർത്തിക് സൂര്യ ഇൻകമിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നമ്മൾ ഡിസ്ട്രിക്ട് 7 ഗൈസ്, ഓൺ കോർട്ട് ഡിസ്ട്രിക്ട് 7. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് നമുക്ക് എപ്പോഴും ഒരു സീറ്റ് സെറ്റ് ചെയ്ത് തരുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി വെരി നൈസ്. അയ്യോ, എന്തിനാണെങ്കിലും ഇപ്പം എല്ലാവരും വരും, നമ്മൾ ഫുഡ് അടിക്കുന്നു, വീട്ടിൽ പോകുന്നു, അത്രയേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. അങ്ങനെ കാർത്തിക് സൂര്യ വന്നിരിക്കുകയാണ്. എനിക്ക് കുഴപ്പമില്ല. എന്റെ ഷാരു വന്നിരിക്കുന്ന ഗൈസ്, കറുത്ത കുപ്പായ കൊണ്ടുണ്ട്. നീയും കറുപ്പാടെ? ഞാൻ കറുപ്പല്ല, ഞാൻ മുണ്ടിലാണ്. മുണ്ട് അവിടെ ഫനിയില്ലേ? തമാശ അടിച്ചു.
ഇവൻ തമാശ എന്ന് അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. എപ്പോ തമാശക്കാരനാണ്, ഹരക്കുള്ളിക്കൊക്കെ ചെയ്യും. തമാശ നീ എന്തെങ്കിലും തമാശ ഞാൻ ജീവിതത്തിൽ നീ പറഞ്ഞ ഒരു സാധനം കേട്ടിട്ടില്ല. ഭയങ്കര തമാശക്കാരനാണ്. നീ ഊതയാണ് അവന്. ആ അത് ഓക്കെ അല്ല ഊതയാണെങ്കിൽ എനിക്ക് ഒരു സനിബ്രോ അല്ല, സെലിബ്രിറ്റി ഫുഡ് ബ്ലോഗർ സനിബ്രോ അങ്ങനെ പറയണം. ഇവിടെ എല്ലാവരും ചെന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്ത് ഇത് വാങ്ങിയാണ്. എനിക്ക് വയ്യ. അല്ല ഞാൻ പറയുന്നത് വെറും സനിബ്രോ അലമ്പ് തന്നെ കേട്ടോ, കൊല അലമ്പ്. ആരുടെ അമ്മയാണ് നമ്മൾ പറയില്ല. ഇത് ഈ പറഞ്ഞതിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ അവന്റെ വ്ളോഗിൽ കാണും. ഹായ് ഗൈസ്, ഹായ്. ഇനി കൊണ്ട് മുട്ടിക്കരുത്, പൊട്ടിക്കഴിഞ്ഞാൽ പൈസ ഇല്ല. നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടു പഠിക്കണം കേട്ടോ, ആ സാധനമൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. ഏതാ നിന്റെ ഈ കൂറ ഫോട്ടോ അല്ല എനിക്ക് മറ്റേ ഇത് കാണിച്ച മറ്റേ ജേണല് ജേണൽ. 40 days അത് കണിത് കണിത് കൂറ സൂപ്പർ. ജേണൽ കാണിത്. ഇതാണ് കേസ് എന്റെ ജേണല്. യെസ്, ഇത് ഞാൻ ഡെയിലി എഴുതാറുള്ള സാധനമാണ്. ഇത് ഫേസ് ID ലോക്ക്ഡ് ആണ്. അപ്പൊ കണ്ട, ഇതാണ് ഞാൻ 40 ദിവസം എഴുതിയിട്ടുണ്ട്. 40 ദിവസം ഞാൻ ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ ജേണൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 3500 വാക്ക് എഴുതിയിട്ടുണ്ട്. 4 പ്രാവശ്യം കിടക്കാൻ നേരത്തെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് കുത്തുള്ളൊക്കെ ഞാൻ എഴുതിയിട്ടുള്ള ഡേയ്സ് ആണ്. എന്നിട്ട് ഇതാണ് ഇങ്ങനെയാണ് ബേസിക്കലി ഒരു ജേണലിന്റെ സ്ട്രക്ചർ. എനിക്ക് ഗിഫ്റ്റ് തന്നത് ഇത് അമ്മുവിന്റെ ബർത്ത്ഡേക്ക് മറ്റേ ഞാൻ ഇട്ട സ്റ്റോറി, നമ്മൾ എടുത്ത മറ്റേ ഇത്. അപ്പൊ ഇന്നലത്തെ ഡേയെ കുറിച്ച് ബെസ്റ്റ് പോഡ്കാസ്റ്റ് എവർ. This was such a beautiful day. Also, I got permission today to vlog inside my ഡയറി എൻട്രി ആണ് ഈ കാണുന്നത്. നിങ്ങളൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യണം കേട്ടോ. ഐഫോണൊക്കെ മേടിച്ച് കഷത്തി വെച്ചിട്ട് കാര്യമില്ല. ഇത് അതിന് മുന്നേ. അപ്പൊ ഇത് ഐഫോണില് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ യൂസ് ചെയ്യണ ആപ്പാണ്. രാവിലെ എഴുന്നേറ്റോടെ ഇതെടുക്കും. നീ മറ്റേത് നോക്കിയാ പുതിയ വേറൊരു ആപ്പ് വന്നില്ലേ ഐഫോണില്, ഒരു പാർട്ടി ഇൻവിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കണ. അയ്യോ ആ ആപ്പിന്റെ പേരെന്തോ സനി? പുതിയ പാർട്ടി ഇൻവിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആപ്പ്. അയ്യോ അത് കണ്ടില്ല. ആ ഇനിയിപ്പോ അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതും അവൻ യൂട്ടിലൈസ് ചെയ്യും. വെറുതെ ഒരു ദിവസം ഇങ്ങനെ ഫോൺ മറിച്ച് നോക്കിയപ്പോൾ മറ്റേ അപ്ഡേറ്റില് ജേണൽ എന്ന് പറഞ്ഞ സാധനം കിടന്നു. പിന്നെ ഇതെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്ത് എഴുതാം, ഫോട്ടോ ഇടാം. നമ്മുടെ മൂഡ് ആഡ് ചെയ്യാൻ അറിയാമോ എനിക്ക്? ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം നമ്മളൊരു ജേണൽ തുടങ്ങി. അപ്പൊ ടൈറ്റില് എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ സാധനം കണ്ട ഇത് ഞെക്കുകയാണെങ്കിൽ നമുക്ക് ചൂസ് ഹൗ യു ആർ ഫീലിംഗ് നൗ. അപ്പൊ നമുക്ക് സ്ലൈറ്റ്ലി പ്ലസന്റ്. ഇപ്പൊ ഞാൻ എല്ലാവരും കൂടെ വെരി പ്ലസന്റ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നമ്മൾ പ്ലസന്റ് എന്ന് ചോദിക്കും. അപ്പം എക്സൈറ്റഡ്, ജോയ്ഫുൾ, ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്, കാരണം ഫ്രണ്ട്സ്, ഇവിടെ ഫ്രണ്ട്സ്, അതാണ് ഇപ്പോഴത്തെ എന്റെ ഹാപ്പിനെസ്സിന് കാരണം. അപ്പൊ ഇത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫീലിങ്സ് അപ്ഡേറ്റ് ആവും. കുറെ നാള് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു പ്രൊലോങ്ഡ് പീരീഡില് സാഡ് ആയിരുന്നു അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കുമ്പോ അതുവരെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. നോട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫോൺ പറഞ്ഞു തരും. നിങ്ങൾ പണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും ഹാപ്പി ആയിരുന്നു, ഇപ്പൊ നിങ്ങൾ പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് 2-3 ആഴ്ചയായിട്ട് സാഡ് ആയിട്ട് പോവുകയാണ്, അതൊക്കെ കാണിച്ചു തരും. എനിക്ക് വയ്യ, വൻ തെക്ക് തന്നെ കേട്ടോ. ഇതൊക്കെ എനിക്ക് അത് ഇപ്പൊ കണ്ടുപിടിക്കും. അപ്പൊ മറ്റേ ആപ്പും കൂടെ തുടങ്ങിക്കോളി, ഇൻവൈറ്റ്. ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ വെറുതെ ഐഫോൺ മാറ്റി കഷത്തി വയ്ക്കാതെ ഇതൊക്കെ യൂസ് ചെയ്യണം. അവിടെ ഡിന്നർ വന്നിരിക്കുകയാണ്, ജ്യൂസ്. അമ്മച്ചി അതെ ചാടി കേറിക്കോ. ഒരു സ്വിമ്മിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാൽ മതി. മറ്റേ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നു. ഒരു ഡിഷ് വന്നിരിക്കുകയാണ്, വോഡ്ക എന്നൊക്കെ ഇവൻ പറയണേ. എനിക്കറിയാം പുതിയ സാധനം ഇവിടെ ഞാൻ കണ്ടതാണ്. കള്ളാണോ ഒഴിച്ചതടേ? നാട കള്ളിന്റെ മണം, വോഡ്കയുടെ മണം അല്ല. കഴി ഓ സംഭവം എനിക്ക് വേണ്ട. അല്ല ഇതിനെ കള്ളില്ല, എന്നാലും വേണ്ട, കത്തിപ്പോയി. തന്നെ കഴിച്ചാ കള്ള് വേപ്പറേറ്റ് ആയി പോയടാ. പോണ്ട, നീ കഴിച്ചു വന്നാ ഇവാപ്പറേറ്റാ എന്തിനൊക്കെ കഴിച്ചോളി. എവിടെ ചിരി രക്ഷയില്ല കേട്ടാ, ഞാൻ ഇന്നാണ് ശ്രദ്ധിക്കുന്നത്.
ആ അതെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചിരിയൊക്കെ ഞാൻ കണ്ടോളൂ. അതെ 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 കല്യാണം ഹാപ്പി ഹോർമോൺസ് എങ്ങനെ ചിരിക്കൂ ഓ ഇവിടെ കുറച്ച് കഴിയുമ്പോ അഭിമാനമൊക്കെ വരും. അയ്യോ കൊള്ളാം. എടാ നിന്റേത് മോശമൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ നല്ല ചിരിയുണ്ടോ നിന്റെ എന്റെ സൗണ്ട് നല്ല സൗണ്ട്. സൈലൻസർ വെച്ച് ചിരിക്കുകയാണ്. ആണോ Yes. നീ ചിരിച്ചാണ് ഇതാണ് എന്റെ ചിരി. നീ എന്ത് ചെയ്യണം അത് നീ എന്റെ അവൻ എന്റെ ചെയ്തോട്ട്. അമേതി മോഹിനി ആ അതായിരിക്കും. മിണ്ടാതിരിക്കാൻ പറഞ്ഞതാണ് സമ്മതിക്കണം. അതെ ഫോ, എന്റെ പൊന്നടാവേ. ഗൈസ് നമ്മൾ ഇവിടെ ഇരുന്ന് കുറെ കോന അടിച്ചു. ഇനി എൻഡ് ചെയ്യാൻ പോവാണ്. എവിടെ പോണം? എനിക്ക് രാവിലെ ഷൂട്ടുണ്ട്. നിനക്ക് വല്ല പോണം പറഞ്ഞു. നിനക്ക് പോണ്ടേ ഇപ്പൊ? ആ എനിക്ക് പോണം. ആ, ഇല്ല. നാളെ രാവിലെ ഷൂട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം ടാറ്റോട് പോലും ടാറ്റാ. ബൈ ബൈ ഗൈസ്. അപ്പൊ ഞാനും പോണേട്ടാ ബൈ.